ഹലോ വെൽക്കം ടു അസ്ലം സ്റ്റോക്സ്. ഇന്നത്തെ ടോപ്പിക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്ന്. ഇതിലൊരു 8 കേസുകളുണ്ട്. ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളാണ്. മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനു ഈസ് എ പാർട്ണർ ഇൻ എ ഫേം withdraws 5,000 per month regularly. Interest on drawings charged at 8% per annum. Calculate interest on drawings of assuming that. അഥവാ മനു ഒരു പാർട്ണറാണ്. മനു എല്ലാ മാസവും 5,000 പെർ മന്ത് റെഗുലർലി, എല്ലാ മാസവും മനു എത്ര പിൻവലിക്കുന്നു? 5,000 രൂപ വെച്ച് പിൻവലിക്കുന്നു. അല്ലേ? ഈ പിൻവലിക്കുന്നതിന് പേരാണല്ലോ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പിൻവലിക്കുന്നത് എത്ര? 5,000 പെർ മന്ത്, എല്ലാ മാസവും. ഓരോ മാസവും മനു 5,000 രൂപ വെച്ച് പിൻവലിക്കുന്നു. എത്രയാ പെർസെൻറ്റേജ് അഥവാ ഇൻട്രസ്റ്റ് എത്രയാ? 8%. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ABC അഥവാ 1, 2, 3 ഇത് 3 ടൈപ്പായിട്ടാണ് പിൻവലിക്കുന്നത്. ഒന്ന്, ഹി വിത്ത്ഡ്രോസ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. രണ്ടാമത്തെ മിഡിൽ ഓഫ് എവരി മന്ത്. മൂന്നാമത്തെ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. നിങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എല്ലാ മാസവും സെയിം എമൗണ്ട് ഫസ്റ്റ് ഡേയിൽ പിൻവലിക്കുക. അഥവാ ജനുവരി 1, ഫെബ്രുവരി 1, മാർച്ച് 1 അങ്ങനെ എല്ലാ മാസവും ഫസ്റ്റ് ഡേയിൽ പിൻവലിക്കുന്ന ഒരു കേസ്. രണ്ടാമത് കേസ് എല്ലാ മാസവും മിഡിൽ പിൻവലിക്കുന്നു, സെയിം എമൗണ്ട് തന്നെ മിഡിൽ പിൻവലിക്കുന്നു. മൂന്നാമത് കേസ് സെയിം എമൗണ്ട് തന്നെ ലാസ്റ്റ് ഡേയിൽ പിൻവലിക്കുന്നു. അപ്പോൾ ഒന്നാമത് കേസ് ഫസ്റ്റ് ഡേയിൽ പിൻവലിക്കുമ്പോൾ മനു എത്രയാണ് പിൻവലിക്കുന്നത്? 5,000 പെർ മന്ത് എന്ന് പറഞ്ഞാൽ ഓരോ മാസവും 5,000 പിൻവലിക്കുന്നു അല്ലേ? അപ്പോൾ ഒരു കൊല്ലത്തിൽ എങ്ങനെയാ കാണുക? 5,000 ഒരു മാസത്തിൽ പിൻവലിച്ചാൽ ഒരു വർഷത്തിൽ എത്ര പിൻവലിച്ചിട്ടുണ്ടാവും? 5,000 × 12 ചെയ്യണം. ഒരിക്കലും 5,000 കൊണ്ടല്ലേ ചെയ്യൽ. എല്ലാ മാസവും പിൻവലിക്കുമ്പോൾ വർഷാവസാനാകുമ്പോൾ എല്ലാ മാസവും ഇങ്ങനെ പിൻവലിച്ച് വരുമ്പോൾ ടോട്ടൽ എത്ര പിൻവലിച്ചിട്ടുണ്ടാവും? 60,000 രൂപ. എങ്ങനെ 60,000 കിട്ടി? 5,000 × 12 മാസമാണ് ഒരു കൊല്ലത്തിലുള്ളത്. എല്ലാ മാസവും 5,000 വെച്ച് ഇങ്ങനെ പിൻവലിക്കുമ്പോൾ ഒരു വർഷത്തിൽ 5,000 × 12 വെച്ച് ചെയ്യുമ്പോൾ 60,000 കിട്ടും. ഓക്കെ, ഇൻറ്റു ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്തിന് എത്രയാ പീരിയഡ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത്? 6.5 മാസമാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്തിന് 6.5 ബൈ 12 ഇൻറ്റു എത്ര ശതമാനമാണ്? 8/100. ഇതാണ് ഒന്നാമത്തെ കേസിൻ്റെ ആൻസർ. ഇനി മിഡിൽ പിൻവലിക്കുകയാണെങ്കിൽ 60,000 ഇൻറ്റു 6.5 എന്നുള്ള ആ പീരീഡിൽ നിന്ന് ഒരു അര കുറച്ച് നോക്ക്. അര റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ 6.5 ഒരു അര കുറച്ച് എത്രയാണ്? വളരെ സിമ്പിൾ ടെക്നിക്കാണ്. 6 അര കുറച്ചാൽ ക്ലിയർ? യെസ്, 6 അല്ലേ? 6/12 ഇൻറ്റു 8/100. മൂന്നാമത്തെ കേസിൽ 5,000 പിൻവലിക്കുന്ന എന്താണ്? ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്താണ്. ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എന്ന് പറയുമ്പോൾ 60,000 ഇൻറ്റു പറയും ഫസ്റ്റ് ഓഫ് എവരി മന്ത് 6.5 മാസത്തിനാണ് പലിശ അല്ലേ? മിഡിൽ ഓഫ് എവരി മന്ത്, യെസ് കറക്റ്റ്. ഒരു അര കുറക്കൂ, 6 കിട്ടി. ഇനി ഒരു അര കുറക്ക്, 6 ഒരു അര കുറച്ചാൽ എത്ര കിട്ടുക? യെസ് പറയൂ. 5.5/12 ഇൻറ്റു 8/100. ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരൂല. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് എവരി മന്ത് എത്രയാ? എത്ര പീരീഡിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുക? 6.5 6.5. മിഡിൽ ഓഫ് എവരി മന്ത് ഒരു പ്രയാസവും ഇല്ല, ഒരു അര കുറക്കൂ, 6. ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എത്രയാ? 5.5. വളരെ കറക്റ്റ് ആണല്ലോ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വേറെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. മനു ഈസ് എ പാർട്ണർ ഇൻ എ ഫേം, ഷി വിത്ത്ഡ്രോസ് 5,000 എന്ന് തന്നെയാണ്. 5,000 തന്നെയാണ് ഇവിടെ. 5,000 പെർ മന്ത് എന്നല്ല, എവരി ക്വാർട്ടർ എന്നാണ് ക്വസ്റ്റ്യൻ വിചാരിച്ചത്. എവരി ക്വാർട്ടർ. മനു എല്ലാ ക്വാർട്ടറിലും ഓരോ ക്വാർട്ടറിലും 5,000 വെച്ച് പിൻവലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനെ ഞാൻ ക്വാർട്ടറിലേക്ക് മാറ്റുന്നു. ക്വാർട്ടറിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ്? ഒരു കൊല്ലത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ടാവുക? 4 ക്വാർട്ടർ ഉണ്ടാവുക. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ തുല്യ 4 ഭാഗമാക്കുന്നതിന് പേരാണ് ക്വാർട്ടർ. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ എത്ര മാസമുണ്ട്? 12 മാസമുണ്ട്. 12ന് 4 തുല്യമാക്കിയാൽ, 4 തുല്യ ഭാഗമാക്കിയാൽ ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3 മാസം. അടുത്ത ക്വാർട്ടർ 3 മാസം, 3 + 3 6. അടുത്ത ക്വാർട്ടർ 3 മാസം 9. നെക്സ്റ്റ് ക്വാർട്ടർ 3 എത്രയാ? 12. അപ്പോൾ ഒരു കൊല്ലത്തിൽ
ഒരു കൊല്ലത്തിനെ തുല്യ 4 ഭാഗമാക്കുന്നതിൻ്റെ പേരാണ് ക്വാർട്ടർ. അങ്ങനെ തുല്യ 4 ഭാഗമാക്കുമ്പോൾ 12 മാസത്തെ തുല്യ 4 ഭാഗമാക്കുമ്പോൾ 3 മാസം 3 മാസം 3 മാസം 3 മാസം. അപ്പോൾ ഒരു കൊല്ലത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ടായിരിക്കും മക്കളെ പറയൂ? യെസ്, കറക്റ്റ്, യെസ്, 4 ക്വാർട്ടർ ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ മനു 5000 പിൻവലിക്കുന്നു. എവരി ക്വാർട്ടർ ആണെങ്കിൽ, റെഗുലർലി ആണെങ്കിൽ, എവരി ക്വാർട്ടർ ആണെങ്കിൽ 5000 ഇൻറ്റു 12 ചെയ്യരുത്. 12 ചെയ്യാൻ ഇവിടെ കാര്യം മന്ത്ലി ആണ്. 5000 വെച്ച് 12 കൊണ്ട് ഇൻറ്റു ചെയ്യും 60000 കിട്ടും അല്ലേ? ക്വാർട്ടർ ആകുമ്പോൾ 3 മാസത്തിനാണല്ലോ ഒരു ക്വാർട്ടർ എന്ന് പറയാം, ഒരു വർഷത്തിലെടുക്കുമ്പോൾ. അപ്പോൾ ഒരു ക്വാർട്ടറിൽ ഇയാൾ 5000 പിൻവലിച്ചാൽ ഒരു കൊല്ലത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ട് മക്കളെ പറയൂ? യെസ്, കറക്റ്റാണ്. എത്രയാ? 5000 ഇൻറ്റു 4 എത്രയാ? 20000. എത്രയാ? 20000. മന്താകുമ്പോൾ 5000 ഇൻറ്റു 12 ചെയ്യണം. ക്വാർട്ടർ ആകുമ്പോൾ 5000 ഇൻറ്റു 4. യെസ്, കറക്റ്റ്. എത്രയാ? 5000 ഇൻറ്റു 4 20000 ഇൻറ്റു ഇല്ലേ? ഒരു കൊല്ലത്തിൽ എത്ര ക്വാർട്ടറാ? 4 ക്വാർട്ടർ. അപ്പോൾ അയാൾ എത്ര പിൻവലിച്ചിട്ടുണ്ടാവും? 20000 ഇൻറ്റു. ഇനി ക്വാർട്ടറിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ ആണെങ്കിൽ 7.5 മാസമാണ്. 7/12 ഇൻറ്റു 8/100. കറക്റ്റ് ആണല്ലോ. ഇനി മിഡിൽ ഓഫ് എവരി ക്വാർട്ടർ ആണെങ്കിൽ 20000 ഇൻറ്റു 7 നമ്മൾ 1.5 കുറച്ചാൽ എത്രയാണ് കിട്ടുക? പറയൂ മക്കളെ. 1.5 കുറച്ചാൽ 7 1.5 കുറച്ചാൽ യെസ്, കറക്റ്റ് പറഞ്ഞു. 6 അല്ലേ? 6/12 ഇൻറ്റു 8/100. 8% എന്നുള്ള ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ലാസ്റ്റ് ഓഫ് ഒരു ക്വാർട്ടർ ആണെങ്കിൽ 6 1.5 കൂടി കുറക്കുക. എത്രയാ? 20000 ഇൻറ്റു യെസ് 6 1.5 കുറച്ചാൽ എത്രയാ? 4/12 ഇൻറ്റു 8/100. ഇതാണ് ആൻസർ. അപ്പം നിങ്ങളിപ്പോൾ 6 കേസ് പഠിച്ചു. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6.5, മിഡിൽ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 1.5 കുറക്ക്. യെസ്, കറക്റ്റ്, 6. ലാസ്റ്റ് ഓഫ് എവരി മന്ത് ആണെങ്കിൽ വീണ്ടും 1.5 കുറക്ക്, 5.5. സോറി, ഫസ്റ്റ് 6.5, 6.5 1.5 കുറച്ചപ്പോൾ 6, പിന്നെ 1.5 കുറച്ചപ്പോൾ 5.5. യെസ്, കറക്റ്റ് ആണല്ലോ. ഇനി ക്വാർട്ടർ ആണെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ. യെസ്, കറക്റ്റ്. 7.5, മിഡിൽ ഓഫ് എവരി ക്വാർട്ടർ കിട്ടാൻ 7 എന്നൊരു 1.5 കുറക്കൂ. യെസ്, 6. ലാസ്റ്റ് ഓഫ് എവരി ക്വാർട്ടർ ആണെങ്കിൽ 6 എന്നൊരു 1.5 കുറച്ചാൽ എത്രയാ? 4.5. അപ്പോൾ 6 കേസിൻ്റെ പീരീഡ് ഓർത്ത് എടുക്കാൻ ഒരു പ്രയാസമില്ല. മന്ത് ആണെങ്കിൽ ആരെങ്ങനെ കുറച്ച് വരിക, ക്വാർട്ടർ ആണെങ്കിൽ 1.5 കുറച്ച് വരിക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, 5000 പെർ മന്ത് ആണെങ്കിൽ അതിനാദ്യം നിങ്ങൾ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 12 ചെയ്യുക. അപ്പോൾ 60000 കിട്ടും. ക്വാർട്ടർ ആണെങ്കിൽ 5000 വെച്ച് 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20000 കിട്ടും. വളരെ കറക്റ്റാണ്, സിമ്പിളാണ് വിചാരിക്കുന്നു. ഇനി പ്രൊഡക്റ്റ് മെത്തേഡിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം. മിക്കവാറും അതായിരിക്കും. ഇതും ചോദിക്കും അതും ചോദിക്കും. അവർ 2 കേസും നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.